തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി തെരച്ചിൽ തുടരുന്നു. കുട്ടി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണമില്ല. നാഗർകോവിലും സമീപ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് പരിശോധന. ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും പോസ്റ്ററുകൾ പുറത്തിറക്കി. കുട്ടി പരിചയമുള്ള എങ്ങോട്ടും പോകാൻ സാധ്യതയില്ലെന്ന് കുടുംബം കേരള വിഷൻ ന്യൂസിനോട്. ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് PR ശ്രീജേഷിന് 2 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റേത്. ശാരദാ മുരളീധരനെ പുതിയ ചീഫ് സെക്രട്ടറിയാക്കാനും തീരുമാനം. മലപ്പുറം SP-യെ വീണ്ടും പരിഹസിച്ച് PV അൻവർ MLA. മാപ്പ് പറയണമെന്ന IPS അസോസിയേഷന്റെ ആവശ്യം തള്ളി. കേരളത്തിന്റെയും മലപ്പുറത്തിന്റെയും നിലമ്പൂരിന്റെയും മാപ്പുണ്ടെന്ന് പരിഹാസം. അൻവറിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവാത്തതെന്ന് IPS അസോസിയേഷൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കോട്ടയത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും മരം വീണ് വീടുകൾ തകർന്നു. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ തുടരാമെന്ന് കർണാടക സർക്കാർ. ജീവൻ അപകടത്തിലാക്കി മുങ്ങലിന് അനുവദിക്കാനാകില്ലെന്നും സർക്കാർ കോടതിയിൽ. തെരച്ചിൽ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് കൈമാറി. സെപ്റ്റംബർ 18 കേസ് വീണ്ടും പരിഗണിക്കും. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണം തുടരുന്നു. 2 ACP-മാർ അടക്കം 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. അർജിക്കർ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ ഏറ്റെടുത്ത് CISF. മുൻ പ്രിൻസിപ്പലിനെ വീണ്ടും ചോദ്യം ചെയ്യും.